ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മാഹിയിലാണ്. മാഹി ഒളവിലത്താണ് ഉള്ളത് കേട്ടോ. ഫസീലാനെ കാണാനാണ് വന്നത്. നമ്മൾ കുറച്ച് മുമ്പ് ഫസീലാൻ്റെ ഒരു വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ അവളെ കല്യാണം വേറെ റെഡിയായിരുന്നു. വീഡിയോ പരമായിട്ടല്ല, എല്ലാണ്ടുള്ള കല്യാണമൊക്കെ റെഡിയായി, കല്യാണമൊക്കെ കഴിഞ്ഞതായിരുന്നു. പക്ഷേ ആ കല്യാണം ഡിവോഴ്സായി. ഓലിക്ക് ഒത്തുപോകാൻ പറ്റാത്തതുകൊണ്ട് ഡിവോഴ്സ് ആയതാണ്. അപ്പോൾ രണ്ടാമത് നമ്മൾ ഒരു പ്രാവശ്യം കൂടെ അവളെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡിവോഴ്സായി എന്നുള്ളൊരു പേര് ഫസീലാക്ക്, പക്ഷേങ്കിൽ അധികകാലം ആ ഒരു ജീവിതം ഇല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ഡിവോഴ്സായി പോയതാണ്. അപ്പോൾ ഒക്കെ നല്ലൊരു ആലോചന തന്നെ നമുക്ക് കണ്ടെത്തണം. ഫസീലാക്ക് ഒരു കൈക്കൊരു ബലക്കുറവുണ്ട്, പിന്നെ അപസ്മാരത്തിൻ്റെ ഗുളിക സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ട്. വേറെ വിഷയങ്ങളൊന്നും ഇല്ല. അവൾ കുക്കിംഗ് ചെയ്യും, എല്ലാത്തിനും സ്മാർട്ട് മോളാണ്. ഈ കാണുന്നതാണ് വീട്. നമുക്ക് കാര്യങ്ങൾ അവരോട് ചോദിക്കാവാ. ഫസീല, എന്തൊക്കെയാ വിശേഷം? അപ്പോൾ ഇതാണ് ഫസീല കേട്ടോ. ഫസീലാൻ്റെ വീഡിയോ ഏകദേശം നമ്മളൊരു 2 വർഷം മുമ്പാണ് എടുത്തത്. അപ്പോൾ അതിനുശേഷമാണ് അവൾ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ അത് 1 വർഷമായില്ലേ? അത് ഒഴിവായിട്ട് 1 വർഷമായി. ഇരുന്നാളോ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഫസീല, ആ ഒരു വിവാഹ ജീവിതം എത്ര 1 മാസം തന്നെയുള്ളൂ അല്ലേ? അതിനുശേഷം നമുക്ക് ഒത്തുപോകാൻ പറ്റാത്തതുകൊണ്ട് വേണ്ടി ഡിവോഴ്സ് ആയതാണ്. അപ്പോൾ ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് വർഷം ജീവിച്ച അങ്ങനെയല്ല, 1 മാസമാണ് ഒരു കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ എത്രയും പെട്ടെന്ന് നല്ലൊരു ആലോചന. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 2 വർഷം മുമ്പ് നമ്മൾ വീഡിയോ എടുത്ത്, പക്ഷേ അവളെ കല്യാണം വീഡിയോ പരമായിട്ടല്ല, അല്ലാണ്ട് വന്നൊരാലോചന. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ ഒരു 2-3 ഒക്കെ ഒരു വിവാഹ ജീവിതം കിട്ടിയിട്ടില്ല. ഇത്ര വർഷമായിട്ട് അവൾ വിവാഹ ജീവിതം അവൾ വല്ലാത്ത അവസ്ഥ തന്നെയല്ലേ. അപ്പോൾ മുമ്പത്തെ നമ്മളെ വീഡിയോ കണ്ട പോലെയല്ല, ഇപ്പോൾ ആൾക്കാർ ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നുണ്ട്, ഒരുപാട് പുതിയ ആളുകൾ ഇത് കാണുന്നുണ്ട്. അപ്പം നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്തിട്ട് ഒക്കെ പറ്റിയൊരു ആളെ കണ്ടെത്താൻ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം. ഒക്കെ സംസാരിക്കുമ്പോൾ ചെറിയ ഒരു എന്താ പറയുക, അങ്ങനെ പറയാനൊന്നുമില്ല അല്ലേ? അതെ, ചെറിയൊരു ചെറിയ രീതിയിൽ അല്ലേ ഫസീലാനെ ഇരുത്തിയിട്ട് പറയുന്നതെന്ന് വിചാരിക്കേണ്ട. എല്ലാം നമ്മൾ ഓപ്പണായിട്ട് പറഞ്ഞിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളല്ലേ നമ്മൾ കണ്ടെത്തേണ്ടി അല്ലേ? അതെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അപസ്മാരത്തിൻ്റെ ഗുളിക എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കുടിച്ചാൽ പിന്നെ അത് നിർത്താൻ പറ്റുമല്ല, അത് കണ്ടിന്യൂ ലൈഫ് ലോങ് കുടിക്കണം. ഫസീലാക്ക് ലാസ്റ്റ് അപസ്മാരം വന്നപ്പാ കുറേ ആയോ? അപ്പോൾ ചെറുപ്പത്തിൽ വന്നതാണ് ഫസീലാക്ക് അപസ്മാരം. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, അപസ്മാരത്തിൻ്റെ ഗുളിക ഒരിക്കൽ കഴിച്ചാൽ പിന്നെ അത് ലൈഫ് ലോങ് നമ്മൾ കഴിക്കണം. കാരണം ഒരു പേടി ഉണ്ടാവും, ഇത് നിർത്തിയാൽ ഇത് വരുമോ എന്നുള്ളൊരു പേടി. അതുകൊണ്ടാണ് ഓൾ അതിൻ്റെ ടാബ്ലറ്റ് കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ആ കാര്യം മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം. പിന്നെ വലത് കഴിക്കുന്നോടാ ബലക്കുറവ്, ഇടത് കഴിക്കില്ല. അതിൽ വെയിറ്റ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല അല്ലേ? 2 കൈ കൂടെ സപ്പോർട്ടായിട്ടില്ലേ? അല്ലാണ്ട് അത് പിന്നെ കൈക്ക് വേദന ഒന്നും ഇല്ലല്ലോ? വേറെ ഫസീലാക്കി നടക്കാനായാലും അങ്ങനെ വേറെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ? അതെ, വേറെ ടാബ്ലറ്റ് കാര്യമൊന്നും കഴിക്കുന്നൊന്നും ഇല്ലല്ലോ അല്ലേ? ഈ അപസ്മാരത്തിൻ്റെ ടാബ്ലറ്റ് മാത്രമല്ലേ? അതാണ്. അപ്പോൾ ബുദ്ധിമുട്ട് അതൊക്കെയാണ്. അത് മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരാളായിരിക്കണം. നമുക്ക് ദൂരം പ്രശ്നം ഉണ്ടോ? കോഴിക്കോട് ജില്ലയും കണ്ണൂർ ജില്ലയും അല്ലേ? ആ 2 ജില്ലയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേ. ഇപ്പോൾ കോഴിക്കോട് ജില്ല എന്ന് പറഞ്ഞാൽ വടകര, തലശ്ശേരി, മാഹി ഇങ്ങോട്ടൊക്കെ ഒരു പരന്ന് കിടക്കുന്നതാണ്. കോഴിക്കോടും കണ്ണൂരും എന്ന് പറയുമ്പോൾ ഒരു വലിയ ഏരിയ ആണ്. അപ്പോൾ ആ ഏരിയ എന്നൊക്കെ ഉള്ള ഏടുന്നുള്ള ആലോചനയാണെങ്കിലും നമ്മൾ സ്വീകരിക്കും കേട്ടോ. ഫസീലാക്ക് ഇപ്പോൾ എത്ര വയസ്സായി? 32 അല്ലേ? നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന നോക്കാം? ഒരു 42 വരെയുള്ള ആലോചന നമുക്ക് നോക്കാം. അതിൻ്റെ ഉള്ളിലുള്ള ഒരു ആലോചന. പിന്നെ ഡിവോഴ്സ് ആയത് നമുക്ക് പറ്റൂലേ? മക്കള് ബാധ്യത ഇല്ലാത്ത, അതെ, ബാധ്യത ഇല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. ഡിവോഴ്സ് ആയതൊക്കെ നമുക്ക് പറ്റും കേട്ടോ. പിന്നെ മാഹി എന്ന് പറയുമ്പോൾ വീഡിയോ കാണുന്ന ഒരു മാഹിയിലെ ഇങ്ങോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ പെൺകുട്ടീൻ്റെ വീട്ടിൽ അങ്ങനെ നിൽക്കുക, അങ്ങനെ ഒരു സിസ്റ്റമാണ് എന്നുള്ള ചിന്തിക്കുന്നവരുണ്ടാവും. അങ്ങനത്തെ സിസ്റ്റമാണ് ഇവിടെ പലയിടത്തിലും. പക്ഷേ നമ്മൾ കെട്ടിക്കൊണ്ട് പോകാനും റെഡിയാണ് കേട്ടോ. അങ്ങോട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ അത്രയും സന്തോഷം. നമുക്ക് കല്യാണം കഴിച്ച് പോകാനും ഓക്കെയാണ് ഇല്ല ഫസീല? അതെ, എല്ലാം കഴിച്ച് പോകാനൊക്കെ ഓക്കെയാണ്. നിങ്ങൾ എത്ര മക്കളാ? 4 മക്കൾ. എത്ര ആൺകുട്ടിയാ? 1 ആണും 3 പെണ്ണും. 1 ആണും 3 പെണ്ണുമാണ്. പിന്നെ ഉപ്പ എന്താ ചെയ്യുന്നത്? ഉപ്പ ഷോപ്പിൽ നിൽക്കുകയാണ് അല്ലേ? ഒരു ഷോപ്പിലാണ്. അപ്പോൾ അതാണ്. പിന്നെ ചെറിയ ബുദ്ധിമുട്ടുള്ള ആലോചനയൊക്കെ നമുക്ക് സ്വീകരിച്ചൂടെ? അത് ചെറിയ എന്താ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും നമുക്ക് സ്വീകരിക്കാം. പിന്നെ ജോലി ചെയ്തിട്ട് ഓളെ നോക്കാൻ പറ്റിയ ആളായിരിക്കണം. അതാണ് ഏറ്റവും വലിയ പ്രയോറിറ്റി. ഇപ്പോൾ ചെറിയ ബുദ്ധിമുട്ടൊന്നും വലിയ വിഷയമൊന്നുമില്ല. പിന്നെ നമുക്ക് 42 എന്ന് പറഞ്ഞൊരു 45-ൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ 32 വയസ്സാണ് ആയത്. മാക്സിമം 45-ൻ്റെ ഉള്ളിൽ ഇപ്പോൾ വലിയ ജോലിക്ക് പോയി ആരോഗ്യമുള്ള അങ്ങനെ വലിയ വിഷയമൊന്നുമില്ല. അങ്ങനെയൊക്കെ 45 വരെയൊക്കെ നോക്കാം അല്ലേ? വിഷയമൊന്നുമില്ല. ഇപ്പോൾ മനസ്സിലാക്കുന്ന ആളായാൽ മതി അല്ലേ? അത് വീട്ടുകാർ അങ്ങനെ തന്നെ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ ഞാനത് അങ്ങനെ തന്നെ പറഞ്ഞത്.
അപ്പോൾ എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ. പിന്നെ ഫസീലാക്ക് എന്താ പറയാനുള്ളത്? എങ്ങനെയുള്ള പിയാപ്പിളിനെ വേണ്ടേ? ദീനുള്ള ഒരാളാണ്, ജോലിക്ക് പോകാൻ ചെയ്യുന്ന ഒരാളായിരിക്കണം. വേറെ ഒന്നുമില്ല, മെയിനായിട്ട് ദീനുള്ള ആൾ തന്നെ. അതെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ദീനിയായിട്ടുള്ള നല്ലൊരാൾ എത്രയും പെട്ടെന്ന് വരട്ടെ. പിന്നെ ഞങ്ങളോട് പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ പിന്നെ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ ഓരോ മക്കൾക്ക് ഓരോ പ്രതീക്ഷയാണ് കല്യാണം ഇതുവഴി നടക്കുന്നുള്ളത്. അപ്പോൾ ആ പ്രതീക്ഷ നടക്കണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്മളിപ്പോൾ രണ്ട് രീതിയിൽ ഈ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മളെ ആപ്പിൽ, ഒന്ന് ഈ സോഷ്യൽ മീഡിയ വഴിയും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴിയാകുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം അത് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും, ഓളെ മനസ്സിലാക്കുന്ന ഒരാളിലേക്ക് അത് എത്തിക്കാൻ പറ്റും. മറ്റേത് കുറച്ച് പ്രൈവസി ആ ഒരു രീതിയിലാണ്. രണ്ടും സെപ്പറേറ്റ് കാറ്റഗറിയാണ്. രണ്ടിലും നമ്മൾ കല്യാണം നടത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മളെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നമ്മളെ കല്യാണ വീഡിയോസ് ചെയ്യാൻ വേണ്ടി നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് പറയുകയും ചെയ്യാം കേട്ടോ. അതിൻ്റെ നമ്പർ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളത് നമ്പർ കൊടുക്കുന്നുണ്ട്, വീഡിയോയിൽ ഇവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോലെ കോൺടാക്റ്റ് ചെയ്യുക, എന്നിട്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. ഞാൻ പറഞ്ഞില്ലേ, 2 വർഷം നമ്മൾ വീഡിയോ ചെയ്തിട്ട് തന്നെ 32 വയസ്സൊക്കെ ആയി. ഒരു വിവാഹ ജീവിതം ഒരുപാട് ആഗ്രഹിക്കുന്ന മോളാണ്. അപ്പോൾ പിന്നെ നല്ല ആലോചന വരട്ടെ. പിന്നെ ഓക്ക് കുറച്ച് കോൺസെപ്റ്റൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൾ വീഡിയോയിൽ പറയിട്ടാ. ഗൾഫുകാരാവണം എന്നൊക്കെയാ കോൺസെപ്റ്റ് ഉണ്ട് അല്ലേ? ഉണ്ടോ? നല്ല രീതിയിൽ അവളെ നോക്കുന്ന ഒരാളാവുക എന്നുള്ളതാണ്. ഗൾഫായാലും നാട്ടിലായാലും ഒക്കെ ഓളെ മനസ്സിലാക്കുന്ന നല്ലൊരാളാവുക, സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരാളാവുക, അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ.